ഹായ് ഗായ്സ്, വെൽക്കം ടു മല്ലു ക്രിക്കറ്റ് റിവ്യൂ. നമ്മളങ്ങനെ ആദ്യത്തെ ചാമ്പ്യൻസ് ട്രോഫിയുടെ ആദ്യത്തെ കളി കഴിഞ്ഞിരിക്കുകയാണ്. പാകിസ്ഥാൻ അടിച്ച് പൊട്ടിച്ച് കൈ കൊടുത്തിട്ടുണ്ട് ന്യൂസിലൻഡ്. അപ്പോൾ അടിപൊളി കളി. പകുതി ഏകദേശം കളി ഒരു മുക്കാൽ ഭാഗമായപ്പോഴത്തേക്കും നമുക്ക് മനസ്സിലായി എന്തായാലും ന്യൂസിലൻഡാണ് ജയിക്കത്തുള്ളത്. പക്ഷേ കളി പൊളിയായിരുന്നു. ഡിഫെൻഡിങ് ചാമ്പ്യൻസിൻ്റെ അഹങ്കാരം. അവന്മാർ നമ്മളെ ഇന്ത്യനെ പൊട്ടിച്ചത് 180 റൺസിന് ഫൈനലി പൊട്ടിച്ചിട്ടാണ്. കഴിഞ്ഞ 2017 ലാസ്റ്റ് ചാമ്പ്യൻസ് ട്രോഫി നടന്ന അന്ന് പൊട്ടിച്ചിട്ട് വിട്ടതാണ്. അവന്മാരെ ന്യൂസിലൻഡ് പണിതിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇനി മിക്കവാറും സെമി വരാൻ പോകുന്നത് ന്യൂസിലൻഡും ഇന്ത്യ ആയിരിക്കും. കളി അടിപൊളിയായിരുന്നു. കളി ടോസ് കിട്ടിയിട്ടും നമ്മുടെ പാകിസ്ഥാൻ്റെ ക്യാപ്റ്റനായ മുഹമ്മദ് റിസ്വാൻ ബാറ്റിംഗ് എടുക്കാണ്ട് ബോളിംഗാണ് എടുത്തത്. ആദ്യമായിട്ട് ഓവർ എറിയാൻ വന്നത് നമ്മുടെ ഷഹീൻ അഫ്രീദിയാണ്. ബാറ്റ് ചെയ്യാൻ വന്നത് വില്യങ്ങും കോൺവോയാണ്. ബൗണ്ടറിക്ക് അടിച്ച് കോൺവോയ് തുടങ്ങി. പക്ഷേ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തെ ഓവറിൽ നമ്മുടെ അബ്രാർ അവൻ നല്ലൊരു ഓൾറൗണ്ടറാണ് കേട്ടോ. ഞാനും ഡ്രീം ഇലവനിൽ അവൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അവൻ എൻ്റെ ക്യാപ്റ്റനായിരുന്നു. പക്ഷേ അവൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ലാണ്ട് കളിച്ചു. പക്ഷേ മറ്റൊരു സെഞ്ചുറി അടിച്ചതുകൊണ്ട് നമുക്ക് അത്ര ഒരു ഇതുണ്ടായില്ല. അപ്പോൾ കളി എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺവോയ് 10 റൺസ് എടുത്ത് മടങ്ങി. അതായത് അബ്രാറിൻ്റെ ബോൾഡ് അടിപൊളി ബോളിംഗ് ആയിരുന്നു. മച്ചാൻ സ്പിന്നാണ്. അത് കഴിഞ്ഞ് നമ്മുടെ എല്ലാവരുടെയും നമ്മുടെ ചിരിച്ച് നമ്മളെ മയക്കുന്ന നമ്മുടെ കെയ്ൻ വില്യംസൺ വന്നു. പക്ഷേ അറിയാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പുള്ളി അത്ര ഫോമല്ല. പുള്ളി ഒരു റണ്ണെടുത്ത് പുള്ളി പോയി. നസീം ഷായാണ് കീപ്പർ ക്യാച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഡാരി മിച്ചൽ വന്നു. ഡാരി മിച്ചൽ വന്നു കഴിഞ്ഞിട്ട് ഒരു പാർട്ണർഷിപ്പ് തുടങ്ങുമെന്ന് വിചാരിച്ചെങ്കിലും പിന്നെ പുള്ളി എന്ത് ചെയ്തു, ഔട്ട് ആയിട്ടുണ്ട്. ഷഹീനാണ് ക്യാച്ച് എടുത്തത്. മറ്റേ റൌഫ് പുള്ളി അത്യാവശ്യം നന്നായിട്ട് ബോൾ ചെയ്തിട്ടുണ്ട് കേട്ടോ റൌഫ്. അതുപോലെ തന്നെ അത് ഞാൻ വരുമ്പോൾ പറയാം. അപ്പോഴത്തേക്ക് ഏകദേശം പാകിസ്ഥാനല്ല ന്യൂസിലൻഡ് 73-ന് 3 അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 16 ഓവറായപ്പോഴത്തേക്ക് 3 വിക്കറ്റ് പോയല്ലോ. ഇനിയിപ്പോൾ എന്താണ് അവസ്ഥ എന്ന് വരുമ്പോഴാണ് നമ്മുടെ ചെറുക്കൻ വരണേ ടോം ലാഥം വന്നു കഴിഞ്ഞ് ഒരു പാർട്ണർഷിപ്പ് അവർ ബിൽഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും വില്യങ് നമ്മുടെ 50 റൺസ് തികഞ്ഞു. പക്ഷേ നല്ലൊരു എന്താ പറയുക സ്ട്രെയിറ്റ് ഡ്രൈവ്, സ്വീപ്പ് ഷോട്ട് ഇതൊക്കെ വളരെ അധികം കാണാൻ പറ്റിയിട്ടുള്ളൊരു മാച്ചായിരുന്നു. പിന്നെ അതേപോലെ തന്നെ പാകിസ്ഥാൻ്റെ വൈപിഴച്ച ഫീൽഡിങ് അതും നമുക്ക് കുറേ കാണാൻ പറ്റി. ഈ പുള്ളി ഞാൻ പറഞ്ഞല്ലോ കുറേ ക്യാച്ച് ഡ്രോപ്പ് ചെയ്തു. ഒരു പുൾ ഷോട്ടൊക്കെ നന്നായിട്ട് ക്യാച്ച് എടുക്കാൻ പറ്റുന്നത് നന്നായിട്ട് അവർ പാകിസ്ഥാൻ ഡ്രോപ്പ് ചെയ്തു. അതുപോലെ തന്നെ നമുക്ക് മികച്ച് പറയേണ്ട ഒരു ഡിഫറൻസാണ് ഫീൽഡിങ്. ന്യൂസിലൻഡിൻ്റെ ഫീൽഡിങ് പക്കായിരുന്നു. മറ്റേ ഗ്ലെൻ ഫിലിപ്സൊക്കെ ഒരു ക്യാച്ച് എടുക്കണം കാണണമായിരുന്നു. അതിലേക്കൊക്കെ നമുക്ക് വരാം. അത് കഴിഞ്ഞ് വില്യങ് സെഞ്ചുറി അടിച്ചു, 100 റൺസ് എടുത്തു. അത് കഴിഞ്ഞ് നമ്മുടെ ടോം ലാഥം അപ്പോഴത്തേക്കും 50 അടിച്ചു. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഔട്ടായി കഴിഞ്ഞ്, അതായത് ഈ വില്യങ് ഔട്ടായി കഴിയുമ്പോഴത്തേക്കാണ് ഗ്ലെൻ ഫിലിപ്സ് വരുന്നത്. അപ്പോഴത്തേക്ക് 40 ഓവർ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇവരുടെ രണ്ടുപേരും കൂടി നല്ല പക്കാ ടൈമിങ്ങും പ്ലേസ്മെൻറ്റും എല്ലാം ചെയ്തിട്ടാണ് അവർ കളിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴത്തേക്ക് അങ്ങനെ ഒരു ഫിലിപ്സാണ് ഏറ്റവും അവസാനത്തേക്ക് കളിയുടെ സ്കോറിങ് വൻ അടിപൊളിയായിട്ട് കയറ്റിയത്. അവസാന 10 ഓവറിൽ അവന്മാർ എടുത്തത് 113 റൺസാണ്. അപ്പോൾ ടോം ലാഥം ഫിലിപ്സും കൂടി അടിച്ചേക്കണമെന്ന് ഓർക്കണം. ആ 34 ബോളിലാണ് ഫിലിപ്സ് ഹാഫ് സെഞ്ചുറി നേടിയത്. അങ്ങനെ മൊത്തം ലാസ്റ്റ് ഓവറിൽ ഫിലിപ്സ് ഔട്ടായെങ്കിലും അവസാനം അവർ ന്യൂസിലൻഡ് 320 റൺസ് എടുത്തു 5 വിക്കറ്റ് നഷ്ടത്തിൽ. അങ്ങനെ പാകിസ്ഥാന് വേണ്ടിയിരുന്നത് എത്രയാണ് 321 റൺസാണ്. 6.42 റൺ റേറ്റിൽ കളിച്ചാൽ മതിയായിരുന്നു. അങ്ങനെ പാകിസ്ഥാൻ ബാറ്റിംഗ് തുടങ്ങി. ആദ്യം തന്നെ നമ്മുടെ ഷക്കീൽ എന്ന് പറഞ്ഞൊരുത്തനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവൻ രണ്ടാമത്തെ ഓവറിൽ തന്നെ കയറിപ്പോയിട്ടുണ്ട്. മാറ്റ് ഹെൻറി പൊളിച്ചടുക്കി ക്യാച്ച് കൊടുത്തിട്ട് അവൻ പോയി. അത് കഴിഞ്ഞ് നമ്മുടെ ക്യാപ്റ്റൻ മുഹമ്മദ് റിസ്വാൻ വന്നു. റിസ്വാൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, നേരത്തെ പറഞ്ഞില്ലേ ഗ്ലെൻ ഫിലിപ്സിൻ്റെ ഒരു പറന്ന ക്യാച്ച്, ഒരു 1 ഹാൻഡ് ക്യാച്ചായിരുന്നു. നമ്മൾ ഈ ഏറി കിടന്ന് പിടിക്കാമെന്നൊക്കെ പറയില്ല, അതേപോലെ ഒരു മാരക ഐറ്റം. റിസ്വാൻ നന്നായിട്ട് കളിക്കുകയോ ഇല്ലയോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റിയില്ല. പക്ഷേ പുള്ളിയുടെ ക്യാച്ച് പുള്ളി തന്നെ അത്ഭുതപ്പെട്ടു പോയി. പിന്നെ വന്നതാണ് സമാൻ വന്നു. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ഡ്രോപ്പ് ചെയ്തു, അവരൊരു ക്യാച്ച് ഡ്രോപ്പ് ചെയ്തു. പക്ഷേ അവനധികം ആയുസൊന്നും ഉണ്ടായിരുന്നില്ല. ഫക്കർ സമാൻ 24 റൺസ് എടുത്ത് പോയി. ബ്രേസ്വെൽ ഇത് ന്യൂസിലാൻഡ് നല്ല സ്പിന്നേഴ്സ് വരുന്നുണ്ട് കേട്ടോ. നല്ല സ്പിന്നേഴ്സ് കുറേ വന്നതോടുകൂടി അവർ നന്നായിട്ട് ബോൾ ചെയ്ത് വിക്കറ്റ് എടുക്കുന്നുണ്ട് സ്പിന്നേഴ്സേ. പിന്നെ സൽമാൻ അലി അഗ, അവനാണ് ഞാൻ നേരത്തെ പറഞ്ഞ ചെറുക്കൻ ഓൾറൗണ്ടർ. അവൻ അത്യാവശ്യം എന്താ പറയുക ഒരു 42 റൺസ് അടിച്ചു. അതുപോലെ അവൻ വിക്കറ്റ് കൊടുത്തു. അവനൊരു നല്ലൊരു മുതൽക്കൂട്ടാണ്. പിന്നെ ബാബറാസ നമുക്കറിയാം. ബാബറാസ ഇതിൻ്റെ ഇടയ്ക്ക് അവിടെ ഒരു 1 കളിക്കുന്നുണ്ട്. പുള്ളി 81 ബോളിലാണ് 50 അടിച്ചത്. പക്ഷേ ടീം ടോട്ടൽ പുള്ളി ഇപ്പം നമ്മൾ പറയാൻ പറ്റില്ല എഴഞ്ഞാണ് കളിക്കണേന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം പുള്ളി ടീമിന് അത് ആവശ്യമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഈ ബ്രേസ്വെല് ഇന്ന് ക്യാച്ച് കൊടുത്ത സൽമാൻ പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെയും താഹിറൊക്കെ വന്നു. പക്ഷേ വില്യംസിന് കൊടുത്ത് അപ്പം തന്നെ ഡക്കായി കയറിപ്പോയി. പിന്നെ കുഷ്ദിൽ ഷാ വന്നു.
പക്ഷേ അപ്പോഴത്തേക്കും നമ്മുടെ ബാബർ പോയി കേട്ടോ. 90 പന്തിൽ നിന്ന് 64 റൺസ് എടുത്ത് മച്ചാൻ കൂടാരം കയറി. അത് കഴിഞ്ഞ് പിന്നെ അപ്പോഴത്തേക്കും മനസ്സിലായി ഏകദേശം പാകിസ്ഥാൻ്റെ കാര്യം തീരുമാനമായിരുന്നു. പിന്നെ ബാലറ്റക്കാർ വന്നിട്ട് ഷഹീൻ അഫ്രീദിയും പിന്നെ നമ്മുടെ നസീം ഷായും പിന്നെ കുഷ്ദുൽ ഷാ ഇങ്ങനെ കുറേ ഷാമാർ വന്നിട്ട് അവസാനം കുറേ 6 അടിച്ച് ഒരു എൻ്റർടൈൻമെൻറ്റ് തന്നതല്ലാണ്ട് വേറെ പാകിസ്ഥാനിൽ എടുത്തു പറയാനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോഴത്തേക്കും നമുക്ക് മനസ്സിലായി എല്ലാവരും എന്താ പറയുക, എല്ലാം അവസാനിച്ചു, പാകിസ്ഥാൻ്റെ കാര്യം തീർന്നു. മിക്കവാറും ഈ ചാമ്പ്യൻസ് ട്രോഫിയിൽ തന്നെ ഈ ഒരു ഒറ്റ കളിയോട് പാകിസ്ഥാൻ്റെ കാര്യം തീർന്നു. പക്ഷേ നമ്മൾ ഉറ്റുനോക്കുന്ന കളി എന്ന് പറഞ്ഞാൽ ഇന്ത്യ വേഴ്സസ് പാകിസ്ഥാനാണ്. പാകിസ്ഥാൻ അത് ജയിച്ചു കഴിഞ്ഞാൽ ചാമ്പ്യൻസ് ട്രോഫി കിട്ടിയ ഒരു സന്തോഷമായിരിക്കും. ആ ഒരു കാര്യം മാത്രമേ ഇനി പാകിസ്ഥാന് എന്താ പറയുക ഇത് നോക്കാനുള്ളൂ. പക്ഷേ അത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ത്യയായിട്ട് ജയിക്കാൻ പക്ഷേ ഭയങ്കര പാടായിരിക്കും കേട്ടോ. ഈ ഒരു അവസ്ഥയിലാണ് ഇവരുടെ കളി പോകണമെങ്കിൽ. അപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഇനി അടുത്ത കളി അതായത് ഇപ്പോൾ അടുത്ത കളി എന്ന് പറയുന്നത് ഇന്ത്യ വേഴ്സസ് ബംഗ്ലാദേശാണ്. അത് എന്തായാലും ഇന്ത്യ ജയിക്കുമെന്ന് എനിക്ക് 100% ഉറപ്പാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ റിവ്യൂ നമ്മൾ അടുത്തത് പറയാനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സ്റ്റേറ്റ് ടു നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ അതുവരേക്കും ഓക്കെ, ബൈ.